ഇന്ന് ഞങ്ങൾ വൈകുന്നേരം നടക്കാനിറങ്ങിയതാണ്. ലൂക്ക പ്രോപ്പറായിട്ടൊരു സ്ഥലത്തോട്ട് നടക്കുന്നില്ല. അത് കാരണം നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. തിരിച്ചത് ആ മുറ്റത്തോട്ട് തന്നെ കയറി പോവാണ്. ഇതുവഴി അങ്ങനെ അധികം വണ്ടിയൊക്കെ വരാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ വഴി തന്നെയാണ് ഇപ്പോൾ നടക്കാൻ എടുക്കുന്നത്. കാരണം ഫ്രണ്ടിലൂടെ ഇതിൽ കൂടെ ഒന്നും അങ്ങനെ അധികം വണ്ടിയൊന്നും വരത്തില്ല. ലൂക്ക ചെറിയ ചെറിയ കുസൃതികൾ കാണിക്കുകയാണ്. കല്ലെടുക്കുക, കാരണം ഇതുവഴി പട്ടിയൊക്കെ വരും. പട്ടി ഉണ്ടെങ്കിൽ എറിയാൻ വേണ്ടിയാണ്. ഹായ്. എന്തൊക്കെയോ ചിന്തിച്ച് നിൽക്കുകയാണ്. നമ്മൾ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ലൂക്ക പാട്ടൊക്കെ പാടിയാണ് വരുന്നത്. എന്ത് പാട്ടാ? തിരിച്ച് പുറകിൽ അപ്പച്ചൻ വരുന്നുണ്ട്. അപ്പച്ചനെ ആയിരിക്കും. പാട്ടൊക്കെ പാടിയാണ് നടക്കുന്നത്. ഡാൻസും കളിക്കുന്നുണ്ട്. ഹായ്. എന്നും അവിടെ വരെ പോയിട്ട് തിരിച്ചു വരും കേട്ടോ. അങ്ങോട്ട് നടക്കുന്നത്. ഇവിടെയൊക്കെ വീണ മുട്ടിനൊക്കെ നല്ല പരിക്കേക്കും. ഞങ്ങൾ നേരത്തെ താമസിച്ചെടുത്ത് ഇൻ്റർലോക്ക് ആയിരുന്നു, അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവിടെ ആകുമ്പോൾ ടാറിങ് ഒക്കെ ആയതുകൊണ്ട് മുട്ടൊക്കെ വീണ പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. പാട്ടൊക്കെ പാടി നടക്കുവാണ്. കുഞ്ഞമ്മേ കുഞ്ഞമ്മേ എന്നാണ് പാട്ട് പാടുന്നത്. ലൂക്ക പാട്ടൊക്കെ പാടി നടക്കുവാണ്. ഇനി വീട്ടിൽ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞതാണ്. ഇനി ഒരു ഉറക്കമാണ്. മോനെ ചോക്ലേറ്റ് കാണിച്ചേ ലൂക്കാപ്പ. ചോക്ലേറ്റ് കാണിച്ചേ. മുട്ടായി മുട്ടായി ചിന്നുവാണ്. ഒരു ബൈ തന്നേ. ബൈ തന്നേ. ബൈ തന്നേ. ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ വീടിനടുത്തൊരു ആശ്രമമുണ്ട്. ആശ്രമത്തിൻ്റെ പോറ്റി എന്തോന്ന് നോക്കുന്നുണ്ട്. ആശ്രമത്തിൻ്റെ അവിടെ വരെ എത്തി. ഞങ്ങൾ നടന്ന് ഇവിടെ എത്തി. നമ്മുടെ വീടിൻ്റെ ചുറ്റടുത്ത ലൊക്കേഷൻസ് ആട്ടോ. ലൂക്ക എന്തൊക്കെയോ മൂളിപ്പാട്ട് പാടി നടക്കുകയാണ്. ഞങ്ങളങ്ങനെ നടക്കാൻ പോയിട്ട് തിരിച്ചു വരികയാണ്. നമ്മൾ പോയ വഴിക്ക് കുറേ ബേബീസിനെയൊക്കെ കണ്ടു. ലൂക്കായ്ക്ക് ഹാപ്പി, അവർക്ക് ഹാപ്പി. ലൂക്ക ലാസ്റ്റ് വരുവാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു വിധത്തിൽ രണ്ടുപേരെയും സമാധാനിപ്പിച്ചിട്ട് വരുവാണ്. ഞങ്ങളങ്ങനെ വീട്ടിൽ വന്നു. ബൈ ലൂക്ക. ബൈ തന്നേ. ബൈ തന്നേ. ബൈ.